താനൂരിലെ പെൺകുട്ടികളെ നാടുവിടാൻ സഹായിച്ച യുവാവ് റഹീം അസ്ലം കസ്റ്റഡിയിൽ. മുംബൈയിൽ നിന്ന് മടങ്ങിയ റഹീമിനെ താനൂർ പോലീസാണ് കസ്റ്റഡിയിലെടുത്തത്. ഇയാൾക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തും. അതേസമയം പെൺകുട്ടികളെ ഇന്ന് നാട്ടിലെത്തിക്കാം. മജിസ്ട്രേറ്റിന് മുൻപിൽ കുട്ടികളുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തും. CWCയും കുട്ടികളുടെ മൊഴിയെന്ന് രേഖപ്പെടുത്തും. കഴിഞ്ഞ ദിവസമാണ് മലപ്പുറം താനൂരിൽ നിന്ന് 2 പെൺകുട്ടികളെ കാണാതായത്. പിന്നീട് അവരെ മുംബൈയിൽ നിന്ന് കണ്ടെത്തുകയായിരുന്നു. ഇപ്പോൾ കുട്ടികളെ നാടുവിടാൻ സഹായിച്ച റഹീം അസ്ലമിനെയാണ് ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശിവദാസ് കന്മനമുണ്ട് വിശദാംശങ്ങളുമായി. ശിവദാസ്, എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ദൃശ്യ, ഈ 2 പെൺകുട്ടികളെ നാടുവിടാൻ സഹായിച്ച റഹീം അസ്ലം എന്ന എടവണ്ണ സ്വദേശിയായ യുവാവിനെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇന്ന് രാവിലെ മുംബൈയിൽ നിന്നും തിരൂരിൽ ട്രെയിൻ വഴി എത്തിയപ്പോഴാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. താനൂർ പോലീസാണ് കസ്റ്റഡിയിൽ എടുത്തത്. ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ്. കൂടുതൽ ചോദ്യം ചെയ്യുന്നുണ്ട്. ഈ ചോദ്യം ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ അറസ്റ്റിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യതയും ഉണ്ട്. ഈ വ്യക്തി എന്തിനു വേണ്ടിയാണ് ഈ കുട്ടികളെ കൊണ്ടുപോയത് തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും പോലീസ് ചോദ്യം ചെയ്യുന്നത്. ഇതിന്റെ ദുരൂഹതകൾ പൂർണ്ണമായും നീക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ചോദ്യം ചെയ്ത് കൃത്യമായ ഉത്തരം ലഭിച്ചാൽ മാത്രമേ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാകൂ. കാരണം ഈ പെൺകുട്ടികളെ പൂർണ്ണമായും സഹായിച്ചത് ഈ ഒരു വ്യക്തിയാണ്. കാരണം ഈ പെൺകുട്ടികൾ പോകുമ്പോൾ യുവാവും ഈ കൂടെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ബുധനാഴ്ചയാണ് താനൂരിലെ ദേവദാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 2 വിദ്യാർത്ഥിനികൾ നാടുവിട്ടത്. അവർ ബോംബെയിലാണ് എത്തിയത്. വലിയ രീതിയിൽ തന്നെ വ്യാപകമായി തന്നെ കുട്ടികളെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള തിരച്ചിൽ നടന്നിരുന്നു. പക്ഷേ കുട്ടികൾ എവിടെയാണെന്ന് ആദ്യഘട്ടത്തിൽ ഒരു സൂചനയും ലഭിച്ചിരുന്നില്ല. സമീപ ജില്ലകളിലടക്കം വലിയ രീതിയിൽ തന്നെ തിരച്ചിൽ നടന്നു. പോലീസും നാട്ടുകാരും ഈ കുട്ടികളുടെ കുടുംബാംഗങ്ങളും അടക്കം വലിയ വ്യാപകമായി തന്നെ തിരച്ചിൽ നടത്തി. ഒടുവിൽ ഈ റഹീം ഈ കുട്ടികളുടെ കൂടെ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അങ്ങനെയാണ് അതുവഴിയുള്ള ഒരു അന്വേഷണം നടത്തിയത്. റഹീമിന്റെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് അതിന്റെ ടവർ ലൊക്കേഷൻ അടക്കം കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിലാണ് ഈ പെൺകുട്ടികൾ മുംബൈയിൽ എത്തിയത് എന്ന് മനസ്സിലാക്കിയത്. മുംബൈയിൽ നിന്നുള്ള ചില ദൃശ്യങ്ങളും ലഭിച്ചിരുന്നു. ഈ പെൺകുട്ടികൾ സലൂണിൽ പോയി മുടി വെട്ടുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. അങ്ങനെയാണ് മുംബൈയിൽ തന്നെ ഉണ്ട് എന്ന കാര്യം സ്ഥിരീകരിച്ചത്. അതോടൊപ്പം തന്നെ ഈ യുവാവിനെയും അവിടെ വെച്ച് തന്നെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. അവിടെയുള്ള പോലീസ് ചോദ്യം ചെയ്തിരുന്നു. പക്ഷേ യുവാവ് പൂർണ്ണമായും തന്നെ സഹകരിച്ചിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഈ പല സമയത്തും യുവാവ് പെൺകുട്ടികളോട് നാട്ടിലേക്ക് തിരിച്ചു പോകാൻ ആവശ്യപ്പെട്ടെങ്കിലും പെൺകുട്ടികൾ തിരിച്ചു പോയിരുന്നില്ല. പിന്നീട് ഈ 2 പേരും 2 വഴിക്കായി. 2 പെൺകുട്ടികളും യുവാവും മറ്റ് 2 വഴിക്കായി. അതിനുശേഷം പിന്നീട് പോലീസ് ഈ 2 പെൺകുട്ടികളെ ട്രെയിനിൽ വെച്ചാണ് കണ്ടെത്തുന്നത്, പിടികൂടുന്നത്. ലോനാവാല എന്ന സ്ഥലത്ത് വെച്ചാണ് പിന്നീട് ഏറ്റവും ഒടുവിൽ RPF ഈ 2 പെൺകുട്ടികളെയും കണ്ടെത്തുന്നത്. അതിനുശേഷം താനൂരിൽ നിന്നുള്ള അന്വേഷണ സംഘം ബോംബെയിലേക്ക് പോകുന്നു. പിന്നീട് ഈ പെൺകുട്ടികളെ പിടികൂടിയ RPF പൂനെയിൽ എത്തിച്ചിരുന്നു. ഈ താനൂരിൽ നിന്നും പോയ സംഘം പൂനെയിൽ എത്തി. പിന്നീട് ഇന്നലെയാണ് അവിടെ നിന്നും 5:45 ഗരീബ് രഥ് എക്സ്പ്രസിൽ നാട്ടിലേക്ക് മടങ്ങുന്നത്. ഇന്ന് ഏകദേശം 12:30 ഈ പെൺകുട്ടികൾ തിരൂരിൽ എത്തും. അതിനുശേഷം പെൺകുട്ടികളെ കുടുംബാംഗങ്ങൾക്ക് കൈമാറും. അതിന് മുൻപായി കോടതിയിൽ ഹാജരാക്കും. മജിസ്ട്രേറ്റ് ഈ പെൺകുട്ടികളുടെ രഹസ്യ മൊഴി എടുക്കും. അതിനുശേഷം അതോടൊപ്പം തന്നെ CWCയും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും ഈ പെൺകുട്ടികളുടെ മൊഴി രേഖപ്പെടുത്തും. എന്തായാലും യുവാവിനെ കൂടുതൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ദൃശ്യ, ശിവദാസ്, ഈ പെൺകുട്ടികൾ നാടുവിടാനുള്ള കാരണം എന്താണെന്ന് ഇതുവരെയും വ്യക്തമായിട്ടില്ല. ഈ പെൺകുട്ടികൾക്കും തിരിച്ചെത്തി കഴിഞ്ഞതിന് ശേഷം പെൺകുട്ടികൾക്കും അതുപോലെ തന്നെ രക്ഷിതാക്കൾക്കും പ്രത്യേക കൗൺസിലിംഗ് അതുപോലെയുള്ള എന്തെങ്കിലും സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ? തീർച്ചയായും അത്തരത്തിലുള്ള കൗൺസിലിംഗ് ഈ പെൺകുട്ടികൾക്ക് നൽകും. ഇത് വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിദ്യാഭ്യാസ ഡയറക്ടർക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ പെൺകുട്ടികൾക്ക് കൗൺസിലിംഗ് നൽകും എന്ന് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് രീതിയിലുള്ള കൗൺസിലിംഗും നൽകും. പിന്നീട് അത് തുടക്കത്തിൽ പ്രാഥമിക ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില മൊഴി രേഖപ്പെടുത്തലുണ്ട്. പെൺകുട്ടികളുടെ പോലീസിന്റെയും അതോടൊപ്പം തന്നെ കോടതിയുടെയും ഭാഗത്തു നിന്നുള്ള മൊഴി രേഖപ്പെടുത്തൽ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ആയിരിക്കും ഈ പെൺകുട്ടികൾക്ക് കൂൾ ഓഫ് ടൈം നൽകും. അതായത് അല്പ സമയം നൽകും. അതിനുശേഷം ഈ കാര്യങ്ങളെല്ലാം തന്നെ വളരെ പതുക്കെ ആയിരിക്കും, തൊട്ടടുത്ത ദിവസങ്ങളിലായിരിക്കും ചെയ്യുക. എന്തായാലും വിദ്യാഭ്യാസ വകുപ്പ് ഈ പെൺകുട്ടികൾക്ക് കൗൺസിലിംഗ് നൽകാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. അത്തരത്തിലുള്ള നിർദ്ദേശം വിദ്യാഭ്യാസ മന്ത്രി തന്നെ നൽകിയിട്ടുണ്ട്. ഇപ്പോഴും പെൺകുട്ടികൾ എന്തിനു വേണ്ടിയാണ് പോയത് എന്ന് വ്യക്തമല്ല. പോലീസ് പറയുന്നത് ഈ പെൺകുട്ടികൾ ഒരു ടൂർ മോഡലിൽ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു ടൂറായി പോയതാണ്. ഒരു രസകരമായ ഒരു ഉല്ലാസയാത്ര എന്ന രീതിയിലാണ് പെൺകുട്ടികൾ പോയത്. മറ്റ്
പ്രത്യേകിച്ച് ലക്ഷ്യങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് മലപ്പുറം SP തന്നെ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്തായാലും ഇക്കാര്യത്തിൽ ഇപ്പോഴും ദുരൂഹത നിലനിൽക്കുന്നുണ്ട്. ഈ യുവാവിനെ കേന്ദ്രീകരിച്ചുള്ള ചില അന്വേഷണങ്ങളും അത്തരത്തിലുള്ള ചില കൂടുതൽ വിവരങ്ങൾ കൂടി പുറത്തു വന്നാൽ മാത്രമേ ഇക്കാര്യത്തിൽ കൃത്യമായൊരു സ്ഥിരീകരണം നമുക്ക് ലഭ്യമാകൂ. ദൃശ്യ. ശരി, ശിവദാസ് കന്മനമാണ് മലപ്പുറത്തു നിന്ന് വിവരങ്ങൾ നൽകിയത്. ഈ പെൺകുട്ടികൾ നാടുവിടാനുള്ള കാരണം ഇതുവരെയും ലഭ്യമായിട്ടില്ല. കൂടാതെ ഈ കുട്ടികളെ നാടുവിടാൻ സഹായിച്ച റഹീം അസ്ലം പോലീസ് കസ്റ്റഡിയിലാണ്. ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ്. ഈ കുട്ടികളെ ഇന്ന് ഉച്ചയോടുകൂടിയാണ് താനൂരിലെത്തിക്കുക.